ഹലോ 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 ഓഫ് യു. നിങ്ങളെല്ലാവരും കംഫർട്ട് അല്ലേ? ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടാ. ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ലാസ്റ്റ് മൊഡ്യൂളില് 10ാമത്തെ മൊഡ്യൂളിലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് ഒരു എൻലെസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ബിക്കോസ് ഡേ ബൈ ഡേ പുതിയ പുതിയ ട്രാൻസ്ഡ്യൂസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പറ്റുന്ന പോലെ ഒരു ജനറൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൽ വന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ടിപ്പിക്കൽ ആയിട്ട് അവർ ഓരോ ടോപ്പിക്കായിട്ട് വരുന്നത്, LVDT അതുപോലത്തെയൊക്കെ. സോ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഇൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തായിരിക്കണം? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡു നോട്ട് റിക്വയർ എക്സ്റ്റേണൽ പവർ സപ്ലൈ അല്ലെ, അത് സെൽഫ് ജനറേറ്റിംഗ് ആയിരിക്കും. അതായത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ വേറൊരു പേരാണ്, അതിൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടില്ലേ, അത് പഠിക്കാം കേട്ടോ. സെൽഫ് ജനറേറ്റിംഗ്, അതായത് അതിന് അഡീഷണൽ എക്സ്ട്രാ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. സോ അങ്ങനെ വരുന്നത് ഇത് സോളാർ സെൽ ഓക്കെയാണ്, പക്ഷെ LVDT അല്ല അല്ലെ. സോളാർ സെൽ എന്ന് വെച്ചാൽ ലൈറ്റ് ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. തെർമോകപ്പിൾ ഓക്കെയാണ്, പക്ഷെ തെർമിസ്റ്റർ അല്ല. ദെൻ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴാണ് അതിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. തെർമിസ്റ്റർ, സോളാർ സെൽ ഓക്കെയാണ്. തെർമോകപ്പിൾ ആൻഡ് സോളാർ സെൽ ഇത് രണ്ടും ഓക്കെയാണ്. സോ 4 ഇസ് ദി ആൻസർ. ഓക്കെ, തെർമോകപ്പിളിന്റെ പ്രത്യേകത എന്താ? തെർമോകപ്പിൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും അല്ലെ. സോളാർ സെൽ എന്താ? ലൈറ്റ് എനർജിന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് ഇത് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോളാറിൽ നിന്ന് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. സോ നെക്സ്റ്റ് ഇസ് LVDT. ഇതിൽ നിന്ന് വന്നാൽ എളുപ്പമാണ് കേട്ടോ. LVDT ഹാസ്, അതിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചാണ് പറയണത്. 1 പ്രൈമറി കോയിൽ ആൻഡ് 2 സെക്കൻഡറി കോയിൽ. ശരിയല്ലേ? 2 പ്രൈമറി കോയിൽ ഒന്നും അല്ല, 1 സെക്കൻഡറി കോയിലും അല്ല, 2 പ്രൈമറി കോയിൽ. സോ 1 ഇസ് ദി ആൻസർ. അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. ദിസ് ഇസ് പ്രൈമറി കോയിൽ, അവിടെയാണ് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇതിന്റെ നടുക്കൊരു കോർ ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഇത് എന്താണ്, സീരീസ് ഓപ്പോസിഷനില് വൈൻഡിങ് ഉള്ള രണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ദി ആൻസർ. കൺസ്ട്രക്ഷനിൽ വരുന്നതാണിത്. നെക്സ്റ്റ് ഇസ് തേർഡ് ക്വസ്റ്റ്യൻ. 2 അല്ലേ? Third question. Choose the incorrect statement with respect to the use of electrical transducers. Transducers എന്താന്നൊക്കെ അറിയണം. ഇവർ പറയണത് എന്താന്ന് നോക്കാം. The output can be indicated and recorded റിമോട്ടില് അതെ ചെയ്യാൻ പറ്റും അല്ലെ. Electrical amplification and attenuation can be easily done. Yes. Effects of friction are minimized. എന്നിട്ടാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ദെൻ മാസ് ഇനർഷ്യ എഫക്ട്സ് ആർ മാക്സിമൈസ്ഡ് അല്ല, ഇറ്റ് ഇസ് മിനിമൈസ്ഡ്. ആ റേഷ്യോ മിനിമൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റോങ് ആൻസർ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കുറച്ച് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കിപ്പോ ഒന്ന് നോക്കാം. ഓക്കെ, ഇതില് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്,
ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് കേട്ടോ. ഈ ഡൈനാമിക് സ്വിച്ച് വിത്ത് റിലേറ്റഡ് വിത്ത് ടൈമാണ്. ടൈമിനനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. സ്റ്റാറ്റിക്കിൽ വരുന്നത് ആക്യുറസി, ജസ്റ്റ് നമ്മൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് മെഷർ ചെയ്യുന്നതാണ്. വിച്ച് ഇസ് റെസൊല്യൂഷൻ, ലീനിയാരിറ്റി, then repeatability, ഇനി ഉണ്ട് കേട്ടോ ഒരുപാട്, എക്സെട്ര. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാവണം. ഈ ഡൈനാമിക് റെസ്പോൺസിൽ വരുന്നതാണ് നമ്മുടെ ടൈം റിലേറ്റഡ് ആയിട്ട് റൈസ് ടൈം ഓഫ് ദി ട്രാൻസ്ഡ്യൂസർ, ദെൻ ടൈം കോൺസ്റ്റന്റ്, ദെൻ വരുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസിൽ വരുന്നത്, ആൻഡ് ഡെഡ് ടൈം, അത് റെസ്പോണ്ട് ചെയ്യാത്ത സമയമാണ് ഡെഡ് ടൈം. ടൈം ഡിലേ, അത് തന്നെയാണ് ഈ ടൈം ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഡിലേ, സെറ്റിലിംഗ് ടൈം, ഇതൊക്കെ ആ സിസ്റ്റത്തിന്റെ ടൈം റെസ്പോൺസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ചിലത് ഇതിൽ അത്യാവശ്യമായിട്ട് നമുക്ക് പ്രോബ്ലം എന്തെങ്കിലും വരുന്ന എന്തെങ്കിലും ഒക്കെ നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് മെഷറൻറ്റ് റേഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മെഷറൻറ്റ് റേഞ്ച് എന്ന് പറയും. അത് തന്നെയാണ് എന്ത് ഓപ്പറേറ്റിംഗ് റേഞ്ച് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് ഫുൾ സ്കെയിൽ റേഞ്ച്, ഇത് തന്നെയാണ് എന്ത് സ്പാൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെയിം തന്നെയാണ്. വാട്ട് ഇസ് ദിസ് എന്ന് പറയുന്നത്? ദ റേഞ്ച് ഓഫ് ഇൻപുട്ട് വേരിയബിൾസ്, അതായത് ഇൻപുട്ട് വേരിയബിൾ ദാറ്റ് ഇസ് എക്സ് മാക്സിമം മൈനസ് എക്സ് മിനിമം, അതാണല്ലോ റേഞ്ച് എന്ന് പറയണത് അല്ലേ. റേഞ്ച് ദാറ്റ് പ്രൊഡ്യൂസസ് എ മീനിങ്ഫുൾ ഔട്ട്പുട്ട്. മനസ്സിലായോ? അതായത് ചിലതിന്റെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു എന്താ, ചിലപ്പോ ചില LVDTയുടെ തന്നെ എടുത്തു നോക്കാം. ഇതുവരെ ലീനിയർ ആണ്, പിന്നെ അത് തോന്നിയ പോലെയാണ് പോണേ അല്ലെ. അപ്പൊ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, ആ പെർട്ടിക്കുലർ ഇൻപുട്ട് റേഞ്ചിനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ റേഞ്ചിനെയാണ് നമ്മൾ ദ റേഞ്ച് ഓഫ് ദി ഇൻപുട്ട് വേരിയബിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷറൻറ്റ് എന്ന് വെച്ചാൽ ഏത് വേരിയബിളിനെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മെഷറൻറ്റ് എന്ന് പറയുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് ഇസ് full scale output. Just FS. Okay, it's nothing but this is the difference between the endpoints. Meter എന്തെങ്കിലും ഒരു endpoints of the output. Then the upper limit output over the measurement. Measurement range is called the full scale. So, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഔട്ട്പുട്ട്, അതായത് ദി അപ്പർ ലിമിറ്റ് ഔട്ട്പുട്ട് ഓവർ ദി മെഷറൻറ്റ് റേഞ്ച് ഇസ് കോൾഡ് ദി ഫുൾ സ്കെയിൽ. ഓക്കെ, ദി അപ്പർ ലിമിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതായത് നമ്മുടെ
ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇതൊക്കെ അല്ലേ മീറ്റർ മാക്സിമം ഇടം വരക്കും. ഓക്കെ, അതാണ് ഫുൾ സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു ഇതും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. സോറി, നെക്സ്റ്റ് ഇസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്തായിരിക്കും? നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്പുട്ടാണ് ഓഫ്സെറ്റ്. ദി ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ under room temperature objectivity condition, otherwise അതിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. അതർവൈസ് സ്പെസിഫൈഡ് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന് മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്ത ടെമ്പറേച്ചർ വിത്ത് 0 മെഷറൻഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആണ് കേട്ടോ. അപ്ലൈഡ്. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് എന്താണ്? നമ്മൾ ഇൻപുട്ട്, നമ്മൾ പാമ്പിന്റെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഇൻപുട്ട് ഒന്ന് അപ്ലൈ ചെയ്യാത്തപ്പോൾ ആ പെർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സെൻസിറ്റിവിറ്റി. Okay, sensitivity is nothing but it's the incremental ratio of the അറിയാലോ, ratio of the output electrical signal Y to the ഇൻപുട്ട് സിഗ്നൽ അല്ലേ. Input signal X. So it is sensitivity is nothing but S is equal to del Y by del X. Change in output by change in input. അതാണ് sensitivity. Okay, so let us see. Next is accuracy. Accuracy എന്ന് പറയുന്നത് ഏതൊരു ഇൻസ്ട്രുമെന്റിന്റെയും വേണ്ട ഗുണമാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. പെർസെൻറ്റേജ് ഓഫ് റീഡിങ്ങിന്റെ accuracy. Okay, that is epsilon A percentage is equal, epsilon അല്ല എറർ ആണത്, is equal to ym minus yt by yt into 100. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നതാണ്. ഇനി അടുത്തത് പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ. നമ്മൾ ഫുൾ സ്കെയിൽ വെച്ചിട്ട് എറർ പറയുന്നതാണ്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വിച്ച് ഇസ് ഈ എഫ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇൻ പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നത് ym മൈനസ് yt ബൈ yfs ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം അതിന്റെ ആൻസർ പറയാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് റെസല്യൂഷൻ. റെസല്യൂഷൻ എന്താ? സ്മോൾ ഇൻക്രിമെന്റൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ദാറ്റ് ഇസ് ഡിറ്റക്റ്റബിൾ അല്ലെ. സ്മോളസ്റ്റ് ഇൻക്രിമെന്റൽ ആണ്. output for a corresponding change in input അല്ലെ. സോ റെസല്യൂഷൻ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് പറയണത്. പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ അതിന്റെ റേഞ്ച് മൈനസ് എക്സ് മിനിമം ഇൻറ്റു 100. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിപ്പീറ്റബിലിറ്റി. റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളത് ഇവിടെ പഠിച്ചതല്ലേ, ഇത് ഇൻസ്ട്രുമെന്റേഷനിലെ മെഷർമെന്റ്സിൽ റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ റീഡിങ് 10 പ്രാവശ്യം എടുത്താൽ ആ സെയിം റീഡിങ് തന്നെ നമുക്ക് കിട്ടണം.
സോ നമുക്കൊരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ആവശ്യം. Repeatability is equal to maximum minus minimum divided by full scale into 100. ഇനി നമ്മൾ നോക്കി എല്ലാ റീഡിങ്ങും നോക്കി വെക്കണം. ഇനി വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമ്മൾ ആ ഇക്വേഷൻസ് യൂസ് ചെയ്യും. Largest deviation minus average divided by full scale. ഇതും ഉണ്ട്. കുറെ റീഡിങ്ങിന്റെ കേസിലാണ് നമ്മൾ ഇത് പറയാം അല്ലെ. അപ്പൊ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക, ലാർജസ്റ്റ് ഡീവിയേഷൻ ഏതാന്ന് കണ്ടുപിടിക്കുക, ഫുൾ സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് ഹിസ്റ്റെറിസിസ്. ഹിസ്റ്റെറിസിസ് അറിയാലോ. ഹിസ്റ്റെറിസിസ് എന്താ? ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞത് നമ്മള് ആ ഡിഫറൻസ് അല്ലെ. ഇപ്പൊ നമ്മള് പോയ വഴിക്ക് തന്നെ തിരിച്ചു വരാൻ ഒരു ഇത്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡീവിയേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് just percentage of linearity. Linearity എന്ന് പറയുന്നത് എന്താ? ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഈസ് dm by v to 100. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് dm by p into 100, which is dm is maximum deviation and this is full scale value. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നുണ്ടോ അതൊക്കെ നോക്കാം. ഇനി ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഡെഡ് ടൈം ഉണ്ട്, അതിന്റെ സ്പാൻ ഉണ്ട്, പിന്നെന്താ സീറോ പോയിന്റ്, അതായത് നമുക്ക് ഇത് വരുന്ന ഒരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ല, ഫുൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെയും ഒക്കെ കാര്യത്തിൽ ഒരുപാട് ഇതുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം നമുക്ക് അത്യാവശ്യമുള്ളത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ട്രാൻസ്ഡ്യൂസറിന്റെ ഇവിടെ ഈ ഒരു പാരാമീറ്റർ പറഞ്ഞത് കൊണ്ടാണ് ഇതെങ്ങനെ. എപ്പോഴും മാസ് ഇനേർഷ്യ റേഷ്യോ ചെറുതായിരിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇറ്റ് ഈസ് ഫോർത്ത്, ഐ തിങ്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണോ? യെസ്, fourth question. Which of the following can act as an inverse transducer? എന്താണ് inverse transducers? ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഫിസിക്കൽ പാരാമീറ്റർ അല്ലെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ ടു ഇലക്ട്രിക്കൽ അല്ലെ. ഇലക്ട്രിക്കൽ ഇത് തിരിച്ച് വരുന്നതാണ് ഇൻവേഴ്സ് അല്ലെ. ഇത് ഏതാണ്? LVDT ഇലക്ട്രിക്കൽ കൊടുത്തിട്ട് തരുന്നതാണ്. ഗേജും ഇലക്ട്രിക്കൽ കൊടുത്തിട്ട് ഈ സംഭവം ഇതല്ലേ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. നമ്മൾ അതിന് എന്താണ് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഒക്കെ മാറും, അല്ലെങ്കിൽ ഷേപ്പ് മാറ്റി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി രണ്ടും ഉണ്ട്. അതിന് പീസോ ഇലക്ട്രിക്കൽ രണ്ടും നടക്കുന്നുണ്ട്. ഓക്കെ, a device that transforms one form of energy to another. This is the correct definition of a transducer. It's nothing but it's a transducer. Okay. Transducer must have a dash input versus characteristic response. എപ്പോഴും നമ്മൾ ട്രാൻസ്ഡ്യൂസറിൽ ലീനിയർ ആയിരിക്കണം. It's one of the characteristics of a transducer.
ഓക്കെ, അത് ആ ലീനിയർ റേഞ്ചിൽ നിന്ന് എത്രത്തോളം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബിഹേവിയർ കറക്റ്റ് ആയിട്ട്, ആ റിലേഷൻഷിപ്പും ബിഹേവിയർ ഒന്നും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. Next is, it converts a non-linear physical quantity to an electrical quantity. അത് ആരാണെന്നാണ് പറയണത്. Non-electrical physical quantity. It's transducer. Okay, സംശയമൊന്നുമില്ല. 7, 8. Okay. ഇതൊരു പ്രോബ്ലം ആണല്ലോ LVDT-യുടെ. If the output of an LVDT, അപ്പോ V of LVDT തന്നിട്ടുണ്ട്. It is 5 volt. At a displacement of D, displacement is 0.250 inch and the maximum deviation of the output from curve from the straight line. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, പക്ഷെ ഇത് എന്തെങ്കിലും എന്തോ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. and the maximum deviation is എത്രയാണ് 0.006 volt ആണെന്ന് പറയുന്നുണ്ട്. and the deviation, അല്ലെ, deviation നമുക്ക് ഡെൽറ്റ എന്ന് കൊടുത്താലോ, deviation is equal to 0.006 volt and find the linearity. അപ്പൊ ലീനിയാരിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതല്ലേ, ഡിറൈവ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. വാട്ട്സ് ലീനിയാരിറ്റി? ലീനിയാരിറ്റി ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ, മാക്സിമം ഡീവിയേഷൻ മൈനസ് ഇത് അല്ലെ, ഫുൾ വോൾട്ടേജ് എത്രയാണോ അത് ഇൻറ്റു ഫുൾ സ്കെയിൽ വോൾട്ടേജ് എത്രയാണോ അത് ഇൻറ്റു 100. ആൻഡ് നമുക്ക് മാക്സിമം ഡീവിയേഷൻ 0.006 തന്നിട്ടുണ്ട്. ഫുൾ സ്കെയിൽ വോൾട്ടേജ് V അല്ലേ, വോൾട്ട്, which is equal to 0.12%. അല്ലേ, ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. LVDT-യുടെ രണ്ട് ഇക്വേഷൻസ് ആണ്. ഓക്കെ, LVDT-യുടെ സെൻസിറ്റിവിറ്റി ഇസ് V out ഡിവൈഡഡ് ബൈ V പ്രൈമറിയിൽ എത്രയാണോ കൊടുത്തത് അത് ഇൻറ്റു കോർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയാരിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഡീവിയേഷൻ ബൈ ഫുൾ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു 100. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ ഒക്കെ 8, 9. ഓക്കെ, എ ഡിജിറ്റൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ നോർമലി യൂസസ്. എപ്പോഴും നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിൽ എറർ ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രേ കോഡിന്റെ ഇതെന്താന്ന് വെച്ചാൽ ഒരു ബിറ്റ് ചേഞ്ച് ചെയ്യണ്ടാവുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ എൻകോഡേഴ്സ് അതൊക്കെ ഇത് ഗ്രേ കോഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അങ്ങനെ തന്നെ ദ ട്രാൻസ്ഡ്യൂസർ എംപ്ലോയിഡ് ഫോർ മെഷർമെന്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇസ്. ഇപ്പൊ എന്താണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ? നമ്മളത് പഠിച്ചിട്ടുള്ളതല്ലേ. LVDT ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ദെൻ തെർമോകപ്പിൾ ഇസ് ടെമ്പറേച്ചർ, അല്ലെ. തെർമിസ്റ്റർ ഇസ് ടെമ്പറേച്ചർ ആൻഡ് circular potentiometer is used for measurement of angular displacement. Okay. Next is which of the following might be the form of input applied to transducers? ഒരു ട്രാൻസ്ഡ്യൂസറുടെ ഇൻപുട്ട് എന്തൊക്കെ ആവാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റ് ആവാം, അല്ലെ, കാരണം ഫോട്ടോവോൾട്ടായിക് സെല്ലിൽ ലൈറ്റ് അല്ലേ. ഫോഴ്സ് ആവാം, ലോഡ് സെല്ലിലൊക്കെ ഫോഴ്സ് ആണ്. എനർജി ആവാം, വൺ ഫോം ഓഫ് എനർജി ടു അനദർ ആണ്. സോ ഇറ്റ് ഇസ് ഓൾ ദി അബവ്. Okay, it says 12. Dash condition in transducer is defined as ratio of maximum and minimum signal. അതാണ് നമ്മുടെ, അതായത് റേഷ്യോ ഓഫ് മാക്സിമം സിഗ്നൽ ആൻഡ് മിനിമം സിഗ്നൽ റേഷ്യോ, അതിനെയാണ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ ഇറ്റ് ഇസ് എന്താ മാക്സിമം ആൻഡ് ദി മിനിമം, അത് തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ദി ഇൻപുട്ട്
സിഗ്നൽ. ഓക്കെ, സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിലുള്ള ഡിഫറൻസ്, അതാണ് ഡൈനാമിക് റേഞ്ച് ഓഫ് ദി സിഗ്നൽ എന്ന് പറയുന്നത്. Next is a transducer with dash value of dynamic range has better sensitivity. അപ്പോൾ അത് മാക്സിമം ആണ്. മാക്സിമം റേഞ്ച് ഉണ്ടെങ്കിൽ അത് മാക്സിമം സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കുക. ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. Which of the following are the properties of a maximum dynamic range of a transducer? നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ച് ചോദിച്ചിരിക്കുക അല്ലെ. It will be high sensitive, more precise ആയിരിക്കും. It is both A and B. Okay. 15. Dash condition in transducer is defined as generation of some same quantity of output with respect to input. സെയിം തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നു ഇൻപുട്ടിനനുസരിച്ച്. അതൊന്നുമല്ലല്ലോ, അത് റിപ്പീറ്റബിലിറ്റി അല്ലേ. 16. നോയ്സ് ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ്, നമ്മൾ എന്തായാലും അത് ഡെസിബിളിലാണ് മെഷർ ചെയ്യുന്നത്. നോയ്സ് എപ്പോഴും ഡെസിബിളാണ്, നമ്മൾ സൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലാണ് നമ്മൾ നോയ്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, so it is decibel. 17th one, dash condition in transducer is defined as output of a transducer depends on the present and previous input. അപ്പൊ എന്തോന്ന് പഴയത് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഡൈനാമിക് റേഞ്ചിൽ ഹിസ്റ്റെറിസിസ്, നമ്മള് ഹിസ്റ്റെറിസിസ് അവിടെ എന്തോ ഇൻഹറന്റ് ആയിട്ടുണ്ട് അല്ലെ, പഴയ കാര്യങ്ങളുണ്ട്, അതാണ്. Next is, which of the following type of transducer requires power for its operation? എന്താ ഏത് തരത്തിലുള്ളതാണ്? ആക്റ്റീവ് പവർ ഇങ്ങോട്ടാണ് തരുന്നത്. പാസീവ് ഓക്കെ, ഓക്കെ, അതിന് പാസീവിന്റെ ഇതെന്താ? ഇറ്റ് നീഡ് പവർ സോഴ്സ് അല്ലെ. സോ സോഴ്സ് ഡിപെൻഡന്റ് എന്ന് പറയും. സോ ദ ആൻസർ ഇസ് ബോത്ത് ബി ആൻഡ് സി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. Which of the following is the working principle of active type transducer? ഏത് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആയാലും അത് എനർജി കൺവേർഷൻ അല്ലേ. Next is 20. Which of the following is an example of active type transducer? വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. തെർമോകപ്പിൾ നമുക്ക് ഇങ്ങോട്ട് ഔട്ട്പുട്ട് തരുന്ന വോൾട്ടേജ്, ഫോട്ടോസെൽ ഇത് തെർമോകപ്പിളാണ് ആൻസർ. ഓക്കെ, ഫോട്ടോ സെല്ല് വരെ, ഫോട്ടോ വോൾട്ടായിക് സെല്ല് വരെ കേട്ടോ. The output generate from active type transducer is active the output generate from active type transducer. Active type transducer എന്ന് പറയുന്നത് അതിന് നമ്മൾ ഇങ്ങോട്ട് സപ്ലൈ കിട്ടുന്നതല്ലേ, ദാറ്റ് ഈസ് ഇലക്ട്രിക്. പാസീവ് ടൈപ്പിലാണ് കപ്പാസിറ്റൻസ് ചേഞ്ച് വരുന്നത്, അതുപോലെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് കാരണം റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നത്, അതൊക്കെ ഇതിലാണ്? പാസീവ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസറിലാണ്. ഇത് LVDT മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്, മിക്കപ്പോഴും തെറ്റിക്കും. ഓക്കെ, ഈ ലാസ്റ്റ് ടേമിലെ അതെല്ലാവരും ട്രാൻസ്ഡ്യൂസറിന് എഴുതും, അത് ശ്രദ്ധിക്കുക കേട്ടോ. ലീനിയർ വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ, ലീനിയർ വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് transformer, because its appearance is like a transformer and operational transformer പോലെ തന്നെയാണ് അല്ലെ. Something is induced to the secondary, so it is transformer. 23 കാണാൻ പറ്റുമോന്ന് അറിയില്ല, ഇത് ചിലർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നോക്കാം. When the input signal is directly sensed by the transducer, അപ്പൊ ഇൻപുട്ട് നേരിട്ട് ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, and physical phenomenon is converted into some electrical from directly, then such a transducer is called. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ആണ് നേരിട്ട്.
when the input signal is directly sensed by the transducer and physical phenomenon is converted into the electrical from directly, then such transducers are known as നമുക്ക് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. പ്രൈമറി ട്രാൻസ്ഡ്യൂസറിൽ മേക്ക് സം എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ദിസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ.